ഈ വീട്ടിലൊരു ഒരാൾ ഗർഭിണിയായിരിക്കുന്നു. കുഞ്ഞിക്കാരി വരാൻ പോണെന്ന്. എടി നീ ഒരു വാക്കെന്നോട് പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണം പറയാൻ വളർന്നോടി? ഞാനും അറിഞ്ഞില്ല. എന്തുവായി കാണിക്കുന്നേ? ചവിട്ടുന്നുണ്ടോ നോക്കിയതാ അവൻ. ഇപ്പൊ ചവിട്ടത്തില്ല, കുറച്ച് നാള് കഴിയുമ്പോ അവൻ ചവിട്ടും. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം. ചോദിച്ചോളൂ. അങ്ങ് ജോലിസിനാണോ അതോ ഗൈനക്കോളജിസ്റ്റ് ആണോ? അല്ല ഇങ്ങനെ നാം ഇതിൽ തെളിയുന്ന കാര്യങ്ങൾ പറയണമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ ഇത്ര ഐശ്വര്യം വന്ന സ്ഥിതിക്ക് ഈ മൊബൈൽ ഫോൺ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എന്റെയും ജീവിതം നശിപ്പിക്കുന്ന ഈ മൊബൈൽ ഫോൺ ഇവിടുത്തെ എങ്ങനെയും മാറ്റണം. അത് ചുമ്മാ കൊണ്ട് മാറ്റിയിട്ട് കാര്യമില്ല. നിത്യ ബ്രഹ്മചാരിയായ ഒരാൾ ഗംഗാ നദിയിൽ കൊണ്ടുപോയി നിബന്ധനം ചെയ്ത് കളയണം. ഞാൻ കൊണ്ടുപോയി കളയാം. 3 ഭാര്യ ഉണ്ടായിരുന്നു, അതിനെ ഉപേക്ഷിച്ചിട്ട് 4ാമതിന്റെ പുറകെ നടക്കണം. ഈ ചങ്ങാതി എങ്ങനെയാ നിത്യ ബ്രഹ്മചാരിയാവും? നിങ്ങൾ അവരുടെ ഇവരെ ഒന്നും പുറകെ പോകണ്ട. ദൈവം തമ്പുരാനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരാളെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഇവളോ? നീ നിത്യബ്രഹ്മ ഇവിടെ നോക്കി താഴെ സാമിയാ ഞാൻ എന്നെ കൊണ്ടിരുത്തിയേക്കുമല്ലേ. നിങ്ങൾ ഈ നിത്യ ബ്രഹ്മചാരിയായ എന്റെ കയ്യിലേക്ക് മൊബൈൽ തരുന്നു, ഞാൻ നേരെ കൊണ്ടുപോയി നിബന്ധനം ചെയ്യുന്നു, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം തീരുന്നു. നീ എന്ത് നോക്കി മൊബൈൽ എടുത്തു? ഗർഭിണിയായിട്ട് നിൽക്കണം. നീ നിത്യബ്രഹ്മചാരിയാണോ? എല്ലാ വിഷയം ഉണ്ടെങ്കിലും ജോസഫ് അത് തീർത്തിട്ടേ പോകുള്ളൂ. ജോസഫോ? അല്ല, ജോത്സ്യനെ തീർത്തിട്ടേ പോകുള്ളൂ. ഓക്കെ ആണോ? ഇങ്ങോട്ട് തന്നോളുക, കയ്യിലേക്ക് വെക്കുക. മന്ത്രം മറന്നു പോയോ? അതല്ല, ഞാനത് മന്ത്രം ചൊല്ലി വേണം നമ്മളിത് കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഇനി നിങ്ങളുടെ വീട്ടിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് സാരം. എന്തോ മനസ്സിനൊരു കുളിർമയൊക്കെ കിട്ടും. ദക്ഷിണ കൊടുക്കണ്ടേ? ദക്ഷിണ 1350 രൂപ ദക്ഷിണ ഇങ്ങോട്ട് തന്നോളുക. ഫോൺ ബെല്ലടിക്കേണ്ടത് ഒന്ന് വലിഞ്ഞോളുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വഴി കൊണ്ടാകണോ? ഞാൻ പൊക്കോളാം. കിട്ടാനുള്ള കിട്ടിയില്ലല്ലോ, ഞാൻ പൊക്കോളാം. അപ്പുറത്തെ വീട്ടിലെ രാഹുല എന്താണോ വിളിച്ചേ? ആണോ? ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടോ? കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. ഓക്കേടാ. ഓക്കെ. എന്താ അമ്മാവാ, ഇന്ന് വെളുപ്പിനെ ഈ വീട്ടിൽ കള്ളം കേറിയെന്ന്. അവരുടെ CC ക്യാമറയില് അത് പതിഞ്ഞിട്ടുണ്ട്. അതും കൂടെ അയച്ചിട്ടുണ്ടെന്ന്. നോക്കിയേ, രാഹുൽ നീ മുഖം കാണുന്നുണ്ടല്ലോ. എവിടെയോ കണ്ടിട്ടുണ്ടത് മുഖം. അമ്മ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഈ മുഖം ഈ ജോത്സ്യൻ